You're a superhero. DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിന്റെ ലാസ്റ്റ് മൂവിയും അക്വാമാൻ മൂവിയുടെ സീക്വലുമായ അക്വാമാൻ ആൻഡ് ദി ലോസ്റ്റ് കിങ്ഡം ഈ വരാൻ പോകുന്ന ഡിസംബർ 22 ഇറങ്ങാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിലെ അക്വാമാന്റെ ഒറിജിനെ കുറിച്ചും പവേഴ്സ് ആൻഡ് എബിലിറ്റീസിനെ കുറിച്ചും നോക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ദി വീഡിയോ. അറ്റ്ലാന്റിസിന്റെ കിങ്ങും അറ്റ്ലന്റിയുടെ എൽഡർ സണ്ണും ഓമാരിസിന്റെ ഹാഫ് ബ്രദറും ജസ്റ്റിസ് ലീഗിലെ വൺ ഓഫ് ദി മെമ്പറുമായ അക്വാമാൻ എന്ന ആർതർ കർട്ട് ജനിക്കുന്നത് 1986 ജനുവരി 29 ഹ്യൂമൻ അറ്റ്ലാന്റിയൻ ഹൈബ്രിഡിൽപ്പെട്ട അക്വാമാൻ കിങ് ഓഫ് ദി അറ്റ്ലാന്റിസ്, പ്രൊട്ടക്ടർ ഓഫ് ദി ഓഷ്യൻസ്, കമാൻഡർ ഓഫ് ദി സീസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ആർതറിന്റെ ചൈൽഡ്ഹുഡിൽ മെയിനിലെ ആംനസ്റ്റ് ബേയിൽ വെച്ച് അറ്റ്ലന്റിയുടെ വിശ്വസ്തനായ വിസിയർ നോയ്ദിസ് വോൾക്കോ അവനെ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിന് ട്രെയിനിങ് കൊടുക്കുകയും അവന് ട്രൈഡന്റ് ഗിഫ്റ്റായി നൽകുകയും ചെയ്യുന്നു. ഒടുവിൽ ഓമാരിസിന്റെ ഫാദറായ ഓർവാക്സ് കാരണം നിർബന്ധപൂർവ്വം അവനെയും അച്ഛനായ ടോം കറിയെയും ഉപേക്ഷിക്കുകയായിരുന്നെന്നും എന്നാൽ പിന്നീട് ആർതറിനെ കുറിച്ച് അറിഞ്ഞതോടെ ഓർവാക്സ് തന്നെ അറ്റ്ലന്റിനെ എക്സിക്യൂട്ട് ചെയ്തെന്ന് ആർതർ മനസ്സിലാക്കുന്നു. സ്റ്റെപ്പൻ വുൾഫിനെയും അവരുടെ പാരാഡീമൻസിനെയും നേരിട്ട് എർത്തിനെ രക്ഷിക്കാൻ ജസ്റ്റിസ് ലീഗ് ഫോം ചെയ്ത ബാറ്റ്മാൻ അതിലേക്ക് അക്വാമാനെ റിക്രൂട്ട് ചെയ്യുകയും ആദ്യം ആ ഓഫർ വേണ്ടെന്ന് വെച്ചെങ്കിലും പിന്നീട് ടീമിൽ ചേർന്ന അക്വാമാൻ സ്റ്റെപ്പൻ വുൾഫിനെയും പാരാഡീമൻസിനെയും നേരിടുകയും ഏലിയൻ ഇൻവേഷൻ തടയുകയും ചെയ്യുന്നു. ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം ആർതർ മനസ്സിലാ മനസ്സോടെ അറ്റ്ലാന്റിസിലെ തന്റെ സ്ഥാനം നേടിയെടുക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ മെരായുടെയും തന്റെ ലോങ് ലോസ്റ്റ് മദറായ അറ്റ്ലാനയുടെയും സഹായത്തോടെ ഹിഡൻ സിയിൽ നിന്നും ദി ലെജൻഡറി ട്രൈഡന്റ് ഓഫ് അറ്റ്ലാൻ വീണ്ടെടുക്കുകയും തുടർന്ന് തന്റെ ഹാഫ് ബ്രദറായ ഓമിനെ ഡിഫീറ്റ് ചെയ്ത് അറ്റ്ലാന്റിസിന്റെ ശരിയായ കിങ് ആയി മാറുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ അക്വാമാനെ ബ്ലാക്ക് മാന്തി എന്ന് വിളിക്കുന്ന ഡേവിഡ് കെയ്ൻ എന്ന വില്ലനോട് ഫൈറ്റ് ചെയ്യേണ്ടതായി വരികയും പിന്നീട് അയാൾ അക്വാമാനെ തേടി ഇറങ്ങുകയും ചെയ്യുന്നു. പിന്നീട് 2021 അമാൻഡ വോളറിന്റെ ഇൻഫർമേഷൻ കിട്ടിയ ജസ്റ്റിസ് ലീഗ് കൗ എന്ന ഏലിയൻ സ്പീഷീസിനൊപ്പം ബട്ടർഫ്ലൈസ് എന്ന പാരാസൈറ്റിക് ഏലിയൻസിനെ നേരിടുന്നതിൽ പീസ് മേക്കറിന്റെ ടീമായ 11th സ്ട്രീറ്റ് കിഡ്സിനെ സഹായിക്കാൻ കവർഡേൽ റാഞ്ചിലെത്തുകയും എന്നാൽ അവർ അവിടെ എത്താൻ താമസിക്കുകയും പുതിയ ഹീറോസ് ആ ഏലിയൻ ഇൻവേഷൻ തടയുകയും ചെയ്യുന്നു. DCEU മെയിൻ യൂണിവേഴ്സായ എർത്ത് 1ലെ അക്വാമാനെ കൂടാതെ നൈറ്റ്മെയർ ടൈം ലൈനിലും പോസ്റ്റ് ഫ്ലാഷ് പോയിന്റ് ടൈം ലൈനിലും അക്വാമാന്റെ വേരിയൻസിനെയും കാണാം. ഡാർക്ക് ഫ്യൂച്ചറിൽ തന്റെ ലവറായ ലോയിസ് ലെയ്ൻ കൊല്ലപ്പെട്ടതോടെ മാഡ്നസിലേക്ക് കടന്ന സൂപ്പർമാൻ ആന്റി ലൈഫിക്കേഷൻ വരെ ഡാർക്ക് സൈഡിന്റെ കൺട്രോളിലാവുകയും ചെയ്യുന്നു. അങ്ങനെ അറ്റ്ലാന്റിസിനെ ആക്രമിക്കാനെത്തിയ ഡാർക്ക് സൈഡിനെതിരെ കിങ് ആർതർ പോരാടിയെങ്കിലും ഡാർക്ക് സൈഡിന്റെ ഒമേഗ ബീംസ് വെച്ച് അക്വാമാനെയും നൈദിസ് വോൾക്കോയെയും മറ്റനേകം അറ്റ്ലാന്റിയൻസിനെയും കൊല്ലുകയും പിന്നീട് പ്രതികാരം വീട്ടുന്നതിനായി മെര ആർതറിന്റെ ട്രൈഡന്റുമായി ഇൻസർജൻസി ടീമിൽ ചേരുകയും ചെയ്യുന്നു. ഇനി പോസ്റ്റ് ഫ്ലാഷ് പോയിന്റ് ടൈം ലൈനിലേക്ക് വന്നാൽ ഫ്ലാഷ് തന്റെ ടൈം ട്രാവലിനെ കുറിച്ചും അത് കാരണമുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും ഓരോ ബാറ്റ്മാനെ കുറിച്ചും ആ ടൈം ലൈനിലെ ആർതറിനോട് സംസാരിക്കുന്നതായിട്ട് ദി ഫ്ലാഷ് മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലായിട്ട് കാണാം. മെറ്റൽ ഡോർ വരെ തകർക്കാൻ പറ്റുന്നത്രയും സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്തും ഒപ്പം തന്നെ സൂപ്പർ ഹ്യൂമൻ ഡ്യൂറബിലിറ്റിയും ഉള്ള ആർതറിന് റീജനറേറ്റീവ് ഹീലിംഗ് ഫാക്ടറും ഉണ്ട്. കൂടാതെ സൂപ്പർ ഹ്യൂമൻ സ്പീഡ്, സ്റ്റാമിന, റിഫ്ലക്സസ്, എജിലിറ്റി എന്നീ സൂപ്പർ ഹ്യൂമൻ പവേഴ്സും അണ്ടർ വാട്ടറിലുള്ള ഡാർക്കർ സൈഡ് വരെ കാണാൻ പറ്റുന്നത്രയും എൻഹാൻസ്ഡ് വിഷനോട് കൂടിയ സൂപ്പർ ഹ്യൂമൻ സെൻസസും ആർതറിനുണ്ട്. ആംഫിബിയസ് അഡാപ്റ്റേഷൻ ആൻഡ് അക്വാട്ടിക് റെസ്പിറേഷൻ പവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഹൈബോൺ ഹാഫ് അറ്റ്ലാന്റിനായ അക്വാമാൻ അണ്ടർ വാട്ടറിലും പുറത്തും സർവൈവ് ചെയ്യാനും ബ്രീത്ത് ചെയ്യാനും പറ്റും. സീ ലൈഫുമായി ടെലിപ്പതിക്കലി ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നതിനാൽ മറൈൻ ടെലിപ്പതി പവേഴ്സും വെള്ളത്തെ കൺട്രോൾ ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റുന്നതിനാൽ ഹൈഡ്രോകൈനസിസ് പവേഴ്സും ആർതറിനുണ്ട്. ഇതുകൂടാതെ ചെറുപ്പം മുതലേ വൾക്കോയുടെ ട്രെയിനിങ്ങിലൂടെ വന്നതിനാൽ മാസ്റ്റർ കോമ്പാറ്റന്റ് എബിലിറ്റിയും ആർതറിനുണ്ട്. ഇതേ ട്രെയിനിങ്ങിലൂടെ തന്നെ ട്രൈഡന്റും സോഡും വരെ മാസ്റ്ററി ലെവലിൽ ഉപയോഗിക്കാൻ അക്വാമാൻ പഠിക്കുന്നുണ്ട്. എക്സ്പെർട്ട് മാക്സ്മാനും അറ്റ്ലാന്റിയൻസിനെ പോലെ ഹൈലി സ്കിൽഡായി നീന്താനും ഇംഗ്ലീഷ്, ഐലാൻഡിക്, റഷ്യൻ, മവോറി, സ്പാനിഷ് ആൻഡ് ഇറ്റാലിയൻ ലാംഗ്വേജസ് സംസാരിക്കാനും പറ്റുന്ന അക്വാമാന് അറ്റ്ലാന്റിയൻ സ്റ്റീൽ കൊണ്ടുള്ള വെപ്പൻസ് പോലത്തെ ബ്ലാക്ക് മാന്തിയുടെ എനർജി ബ്ലാസ്റ്റിന്റെ ലിമിറ്റഡ് ഡ്യൂറബിലിറ്റിയാണ് പറയാൻ പറ്റുന്ന ഒരു വീക്ക്നെസ്. സോ DCUയിലെ അക്വാമാന്റെ ഒറിജിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ സൈനിങ് ഔട്ട് GCM.